പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ സുഖമാണ് എന്ന് വിചാരിക്കുന്നു. ശാന്തവും സമാധാനപൂർണവുമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നമ്മൾ ഒരു ക്ലാസ്സിൽ ഈ ഓഡിയോ ക്ലാസ്സുകളല്ലാത്ത ക്ലാസ്സുകൾക്ക് മുമ്പൊരു ക്ലാസ്സിൽ ഈസയുടെ ജനനവുമായി ബന്ധപ്പെട്ട് വസ്സലാമു അലയ്യ യൗമ വുലിത്തു വയൗമ അമൂത്തു വയൗമ ഉബ്അസു ഹയ്യ എന്നുള്ളത് വിശദീകരിക്കുകയുണ്ടായി. അതിലൊരു സഹോദരൻ്റെ സംശയം, യൗമ ഉലിത്തു എന്ന് പറയുന്നത് ഈ വിലാദത്ത് എന്താണ് എന്നുള്ളതാണ്. ജനനം എന്നുള്ളത് മാഷ് പറഞ്ഞതിൽ നിന്ന് ശാരീരികമായ ഈസയുടെ ജനനമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരാളുടെ വിലാദത്ത് എന്നാണ് പറയുക അറബിയിൽ. വിലാദത്ത്, വുലിത്തു, വലത എലിതു, വിലാദത്ത്, വലത എലിതു. ഒരാളുടെ വിലാദത്ത്, ജനനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആത്മീയമായ വശം നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നമ്മുടെ മുൻ ലോകത്തിൻ്റെ മരണമാണ് ഒരാളുടെ. നമ്മുടെ അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും ഞാൻ എന്ന ഈഗോയുടെയും ഒക്കെ ആ ഫിറോനിസം എന്ന് പറയുന്ന ആ ലോകമുണ്ടല്ലോ നമ്മിലുള്ള ആ ലോകം, ആ ലോകത്തിൻ്റെ പൂർണ്ണമായ മരണമാണ് ഒരാളുടെ വിലാദത്ത് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. അതായത് മുമ്പത്തേക്കാൾ ഉന്നതവും, അതായത് അലാവ അർക്ക, ഏറ്റവും ഉയർന്നതും ഉന്നതവുമായ ഗുണവിശേഷണങ്ങളിലേക്കുള്ള നമ്മുടെ മാറ്റമാണ് സത്യത്തിൽ ഒരാളുടെ വിലാദത്ത് എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മളിലിപ്പോഴുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെക്കാൾ ഉന്നതമായ അല അർക്ക എന്നാ പറയാം, ഏറ്റവും ഉയർന്നതും ഉന്നതവുമായ ഗുണവിശേഷണങ്ങളിലേക്കുള്ള നമ്മുടെ സ്വഭാവങ്ങളുടെ മാറ്റമാണ് സത്യത്തിൽ ഒരാളുടെ വിലാദത്ത് എന്ന് പറയുന്നത്. അത് സത്യത്തിൽ അവിടെ അവസാനിക്കുന്നില്ല. അവിടുന്ന് പിന്നെയും അയാൾക്ക് ജനനമുണ്ടാവും. അവിടുന്ന് അടുത്ത മേഖലയിലേക്ക് വീണ്ടും അയാൾ ജനിക്കും. അതിനേക്കാൾ ഉന്നതമായ ഒരു മേഖലയിലേക്ക് അയാൾ മാറുകയാണെങ്കിൽ അത് അയാളുടെ ഒരു ജനനമാണ്. അതാണ് ഈസയുടെ വിലാദത്ത് എന്ന് പറയുന്നത്. ഈസ എന്ന് പറയുന്ന ആ പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ വിശദീകരിച്ചിരുന്നു. എന്താണ് ഈസയുടെ ഗുണങ്ങൾ എന്നുള്ളതൊക്കെ. 7 വിജ്ഞാനത്തിൻ്റെ മേഖലകളിലൂടെയാണ് ഈസ കടന്നു പോകുന്നത്. ഈസ മാത്രമല്ല, എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെയാണ്. 7 മേഖലകളാണ് ഓരോരുത്തർക്കുള്ളത്. സബ്അ സമാവാത്താണ്. അറിവിൻ്റെ 7 ആകാശങ്ങളിലൂടെയാണ് എല്ലാ അമ്പിയാക്കന്മാരും. അത് ഓരോരുത്തരുടെയും വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ മേഖലയിലൂടെയുള്ള ഒരു മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക്, അതിനേക്കാൾ അർക്കാവ ഔസാവ അഴല, ഏറ്റവും വിശാലവും ഉന്നതവും ഉയർന്നതുമായ ഗുണവിശേഷങ്ങളിലേക്കുള്ള ഒരാളുടെ മാറ്റത്തെയാണ് നമ്മൾ വിലാദത്ത് എന്ന് പറയുന്നത്, ജനനം എന്ന് പറയുന്നത്. ആത്മീയ തലത്തിൽ അപ്പോഴാണ് അയാൾ ജനിക്കുന്നത്. അത് ഈസയായാലും മൂസയായാലും, മൂസ പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, അതാണ് സത്യത്തിൽ ഒരാളുടെ വിലാദത്ത് എന്ന് പറയുന്നത്. നമ്മൾ ശാരീരികമായ വിലാദത്ത് അങ്ങനെ തന്നെയാണല്ലോ സത്യത്തിൽ. ഒരു നുതുഫത്ത് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പാരമ്പര്യ അർത്ഥത്തിലെടുക്കുമ്പോൾ ഒരു ഇന്ദ്രിയത്തുള്ളി എന്ന അർത്ഥത്തിൽ തന്നെ ഇപ്പോൾ തൽക്കാലം എടുക്കുക. ആ ഇന്ദ്രിയത്തുള്ളി അതിൻ്റെ ചുരുങ്ങിയ ലോകത്തിൽ നിന്ന് ഒന്നുകൂടി വിശാലമായ ലോകത്തേക്ക് അത് പോകുമ്പോഴാണ്, അതായത് റഹ്മ്, ഗർഭപാത്രം എന്ന് പറയുന്നത് അതിൻ്റെ വിശാലമായ ലോകത്തേക്ക് മാറുമ്പോഴാണ് അതിൻ്റെ ഇന്തിക്കാൽ, അതിൻ്റെ മാറ്റമാണ് സത്യത്തിൽ അവിടുന്ന് അങ്ങോട്ടുള്ള മാറ്റം. പിന്നെ ആ റഹ്മിൽ നിന്ന് ആ ജനീന്, ഗർഭസ്ഥ ശിശു
ആ ജനീൻ എന്ത് ചെയ്യുന്നു? അതിനേക്കാൾ വിശാലമായ ഒരു ലോകത്തേക്ക് അത് കടന്നു വരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഫിസിക്കലായ ജനനം തന്നെ അങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നാണ് നമ്മളതിൻ്റെ ആത്മീയ തലം മനസ്സിലാക്കിയെടുക്കുന്നത്. ഖുർആൻ അങ്ങനെയാണ് എല്ലാം പറയുന്നത്. ഓരോ വാക്കുകളുടെയും അർത്ഥതലം അതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. ഇപ്പം ജിബില്ലത്ത്, ജബല് എന്ന് പറയുമ്പോൾ ബാഹ്യാർത്ഥത്തിലെടുക്കുമ്പോൾ കല്ല് അതുപോലെ മണ്ണും ഒക്കെ അട്ടിയായി ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ ബാഹ്യാർത്ഥത്തിൽ പറയുന്നത്. എന്നതുപോലെ ജിബില്ലത്ത് എന്ന് പറയുന്നത് ഒരാളിൽ അട്ടിയായി കിടക്കുന്ന അറിവായാലും അജ്ഞതയായാലും രണ്ടായാലും അയാളിൽ കുന്നുകൂടി കിടക്കുന്നതിനെയാണ് ഒരാളുടെ ജബൽ എന്ന് പറയുന്നത്. അജ്ഞതയാണെങ്കിൽ ദൈവികതയെ അറിയുമ്പോൾ ആ അജ്ഞതയുടെ മല തകർന്ന് തരിപ്പണമാകും. അതാണ് ഈ ഖുർആൻ ഒരു ജബലിൽ ഇറക്കിയാൽ അത് ലറായിത്തഹു ഖാശിയ മുതസദ്ദിഅൻ എന്ന് പറയുന്നത്. അല്ലാതെ ബാഹ്യാർത്ഥത്തിലുള്ള ഒരു മലയിലേക്ക് ഈ ഖുർആൻ ഇറക്കുന്നതിനെയല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അർത്ഥതലങ്ങളെ എവിടെ നിന്നാണ് പിന്നെ യഥാർത്ഥ അർത്ഥതലം ഏതാണ് എന്നുള്ളതാണ് ഞാൻ അതിനെ വിശദീകരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് മരണം എന്ന് പറയുന്നത്. നമുക്ക് കുറേ കുറവുകളുണ്ടാവും. ആ കുറവുകളെ നികത്തിക്കൊണ്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക്, തമാമിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയാണ് ഒരാളുടെ മരണം എന്ന് പറയുന്നത്. നമുക്ക് സ്വഭാവ രംഗത്ത്, ആത്മീയ രംഗത്ത് എന്തൊക്കെ നഖ്സ് മുഅയ്യന, എന്താണോ നിർണിതമായ ചില കുറവുകളുള്ളത് നമുക്ക്, അതാണ് തെമ് എന്നുള്ളതാണ്. മൗത്ത് പിന്നെ അസില് മീമും താകാണ്, മുത്ത് എന്നുള്ളതാണ്. ഒരാളുടെ തെമ് എന്ന് പറഞ്ഞാൽ തമാമ്, ഒരാളുടെ ഇത്മാമ് പൂർണ്ണതയിലേക്കുള്ള അയാളുടെ അതിരം തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. മീമും താവും മീമും, അതാണ്. അപ്പോൾ ഒരാളുടെ മൗത്ത് എന്ന് പറയുന്നത് പുതിയ മേഖലയുടെ ഒരു തുടക്കത്തിന് വേണ്ടി ഒരു മേഖലയെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പുതിയ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ മേഖലയെ നമ്മൾ അവസാനിപ്പിക്കുക. നിഹായത്ത്, അതിൻ്റെ ഇൻഹാ ആണ്, അതിൻ്റെ അവസാനിപ്പിക്കലാണ്. അതാണ് മൗത്തില്ലാതെ ഹയാത്തില്ല എന്ന് പറയാനുള്ള കാരണം. മൗത്തില്ലാതെ ഒരാൾക്ക് ഹയാത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. അതാണല്ലോ അഗലബുൽ ആയാത്തുൽ ഖുർആനിയ, ഖുർആനിലെ അധിക വചനങ്ങളും, അധികം എന്ന് പറഞ്ഞാൽ ഒരു വചനം മറ്റേ അതിന് തടസ്സമുള്ളൂ. അത് ഇപ്പോൾ എനിക്ക് ആ വചനം എവിടെയെന്ന് ഇപ്പോൾ കൃത്യമായി ഓർമ്മയില്ല. ബാക്കിയുള്ള എല്ലാ വചനങ്ങളിലും മൗത്ത് കഴിഞ്ഞാട്ട ഹയാത്ത്. അപ്പോൾ പുതിയ ഒരു വിജ്ഞാനത്തിൻ്റെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക്, മേഖലയിലേക്ക്, ഒരു മറുഹലത്തും ജദീദയിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നിലവിലുള്ള മറുഹലയെ ഇൻഹാ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഒരാളുടെ മൗത്ത് എന്ന് പറയുന്നത്. അതാണ് മൗത്തില്ലാതെ ഹയാത്തില്ല എന്ന് പറയാനുള്ള കാരണം. അതാണ് ലോക്കുന്തും അംവാത്തൻ ഫഅഹിയാക്കുന്നാണ്. നിങ്ങൾ മൗത്തിലായിരുന്നു, നിങ്ങൾക്ക് ഹയാത്ത് നൽകിയെന്നാണ്. അതാണ് മൗത്ത് നമ്മളിൽ സംഭവിക്കാതെ ഹയാത്തിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല. ഇത് കൃത്യമാണ്. ഒരു മേഖലയെ നമുക്ക് അവസാനിപ്പിക്കാതെ പുതിയ ഒരു മേഖലയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് ഒരാളിൽ മൗത്തില്ലാതെ ഹയാത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതാണ് വക്കുന്തും അംവാത്തൻ ഫഅഹിയാക്കും എന്ന് പറയുന്നത്. കൈഫ തക്ഫുറൂന ബില്ലാഹി വക്കുന്തും അംവാത്തൻ ഫഅഹിയാക്കും. നിങ്ങൾ മൗത്തിലായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഹയാത്ത് നൽകി എന്ന് പറയുന്നതാണ്. അപ്പം മൗത്തിന് ശേഷമാണ് ഖലക്കൽ മൗത്ത വൽ ഹയാത്ത
ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറയുന്നത്. മൗത്തിന് ശേഷമാണ് ഹയാത്ത്. സുമ്മ ബഅസ്നാക്കും മിൻ ബഅദി മൗത്തിക്കും. അപ്പോൾ ഖുർആനിൽ ഒരു ആയത്ത് മാത്രമേ എൻ്റെ ഓർമ്മയിൽ അതിന് തടസ്സമായിട്ടുള്ളൂ. ബാക്കി എല്ലാ ഇടങ്ങളിലും അവിടെ പറയാനുള്ള കാരണമുണ്ട്. ആ ആയത്ത് നമ്മുടെ ചർച്ചയിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണം പറയാം. അപ്പം മൗത്തിന് ശേഷമാണ് ഹയാത്ത് ഉണ്ടാവുള്ളൂ ഒരാൾക്ക്. ഒരാൾ യഹിയായിട്ട് മാറുള്ളൂ എന്നർത്ഥം, ഹയ്യായിട്ട് മാറുള്ളൂ. കാരണം അവനൊരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരാളുടെ നെക്കസുകൾ, ഒരാളുടെ വൈജ്ഞാനിക രംഗത്തുള്ള കുറവുകളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി അവന് പുതിയ ആ കുറവുകളെ നികത്തി വരുന്നതാണത്. നമ്മൾ വിലാദത്ത് പറഞ്ഞത്, മൗത്ത് പറഞ്ഞത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള, ഒരു മേഖലയിൽ നിന്ന് പുതിയൊരു മേഖലയിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ വൈജ്ഞാനിക രംഗത്തുള്ള മാറ്റത്തെയാണ് മൗത്ത് എന്ന് പറയുന്നത്. മൗത്ത് സംഭവിക്കുമ്പോഴാണ് ഹയാത്ത് ഉണ്ടാവുക. അതിന് പിന്നെയും മൗത്ത് സംഭവിക്കും, പിന്നെയും അവന് പുതിയൊരു മേഖലയിലേക്ക്. ഇതിങ്ങനെ തത്വീർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഒമാ ഹാദിഹിൽ ഹയാത്ത് ദുനിയ ഇല്ലാ ലഅബും വലഹുവൻ എന്ന് പറഞ്ഞിട്ട് വൈന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ എന്ന് ഖുർആൻ പറയുന്നു. ലൗകാനു യഅലമൂൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ മാറ്റം, ഈ ഏറ്റവും നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഈ ജീവിതം വെറും ലഹുവും മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഒരു എന്തിനാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മുടെ ലക്ഷ്യം എന്താണെന്നും അറിയാത്ത ഒരവസ്ഥയിലാണ് നമ്മളുടെ ഹയാത്തു ദുനിയ. ഏറ്റവും താഴ്ന്ന ബോധമണ്ഡലം ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കും. ജീവിതത്തിൻ്റെ സീരിയസ്നെസ് അറിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും അവന് ജീവിക്കും. എന്നാൽ ദാറുൽ ആഖിറത്തിലേക്ക് എത്തുമ്പോഴാണ്, ആഖിറത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, വമിൻഹാ നുഖരിജക്കും മിൻഹാ ഖലഖ്നാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖരിജക്കും താറത്തൻ ഉഖ്റ. താറത്തൻ ഉഖ്റയാണ്, താറത്തൻ ആഖിറയല്ല എന്നർത്ഥം, ഫൈനൽ അല്ല എന്നർത്ഥം. താറത്തൻ ഉഖ്റ മറ്റൊരു പുറത്തേക്ക് കൊണ്ടുവരലാണ് നമ്മുടെ വൈജ്ഞാനിക രംഗത്ത്. ഇവിടെ ദാറുൽ ആഖിറത്തു ലഹിയൽ ഹയവാൻ എന്നുള്ളതാണ്. ഹയാത്തിൽ നിന്ന് ഹയവാൻ എന്നുള്ള അവസ്ഥയിലേക്കാണ്. നമ്മൾ ഹയവാൻ എന്നൊക്കെ പറയുമ്പോൾ മൃഗം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഖുർആൻ ഹയവാൻ എന്ന് പറയുന്നത് ലൈവായിട്ട് ഒരാൾ സജീവമായിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ആൻ എന്ന് പറഞ്ഞാൽ ലൈവ്, ഈ നിമിഷത്തിൽ അവന് ഹയാത്തിലായിരിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതം അതാണ്. അപ്പോൾ ഹയാത്തിൽ നിന്ന് ഹയവാൻ എന്നുള്ള പറയുന്ന അവസ്ഥയിൽ, റമളാൻ എന്നൊക്കെ പറയില്ലേ, ആൻ എന്ന് പറയുന്നത് ആന ജീത്ത ബിൽ ഹക്കി എന്ന് പറയില്ലേ, ഇപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സത്യം. ഈ ആൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ഹയാത്ത് എത്തുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുന്നത്. അടുത്ത നിമിഷത്തിൽ നമ്മൾ ഈ ആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഹയാത്തിലാകുക. ഇനി അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ അവസ്ഥയിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ ഇതിൽ നിന്ന് മാറി അവിടെ ഹയാത്തിലാകുക. എത്ര കൃത്യമാണ് കാര്യം പറയുന്നതെന്നൊന്ന് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഹയാത്തിൽ നിന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയെന്ന് ജീം വാവ് ത, ഹയാത്തിൽ നിന്ന് ആ തായിനെ മാറ്റിയിട്ട് അത് അവിടെ അവസാനിപ്പിച്ചതാണ് ആ ഹയാത്ത്. അത് ഭാഷാപരമായിട്ട് കുറേ വിശദീകരിക്കാനുണ്ട് അവിടെ.
ആ താ അവിടെ അവസാനിപ്പിക്കാനല്ല വേണ്ടത്. അവിടെ നിന്ന് എന്ത് ചെയ്യണം? ആ യാ വാവ് നിർത്തിയിട്ട് പിന്നെ അലിഫ് നൂന് ആൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുമ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. ബാക്കി പിന്നീട് വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.